നമസ്കാരം. ആഗോള ഇലക്ട്രിക് കാർ ഭീമനായ ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ത്യയിൽ ടെസ്ല റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു. 13 തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടി ലിങ്ക്ഡിൻ പേജിൽ കമ്പനി പരസ്യവും നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ വെച്ച് ടെസ്ല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇലോൺ മസ്ക് സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് ടെസ്ലയുടെ പുതിയ നീക്കം. ഇന്ത്യയിലെ ഉയർന്ന ഇറക്കുമതി തീരുവ കാരണം ടെസ്ല പലപ്പോഴും വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ $40,000 കൂടുതൽ വിലയുള്ള ഉയർന്ന നിലവാരമുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 110% നിന്ന് 70% കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതാണോ ഇന്ത്യയിലേക്ക് ടെസ്ലയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കാരണം? ഇന്ത്യൻ വാഹന വിപണിയിൽ ടെസ്ല എന്തു മാറ്റങ്ങളാണ് വരുത്തുക? വണ്ടിപ്രേമികളെ തൃപ്തിപ്പെടുത്താൻ ടെസ്ലയ്ക്ക് സാധിക്കുമോ? വികസിത രാജ്യത്തിലേക്കുള്ള പാതയിൽ എന്ന് ഭരണകൂടം തുടർച്ചയായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഇത്തരം വരവുകൾ എങ്ങനെ പ്രതിഫലിക്കും? തൊഴിൽ അവസരങ്ങൾ കൂടുമോ കുറയുമോ? നമ്മുടെ പാതകൾ ടെസ്ലയെ ഉൾക്കൊള്ളാൻ പ്രാപ്തമായോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ EP അനിൽ. അദ്ദേഹം സാമ്പത്തിക നിരീക്ഷകനാണ്. ഒപ്പം ഇന്ത്യയുടെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട നിരവധി രചനകൾ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. ശ്രീമതി ഗീതു ശിവകുമാർ IT മേഖലയിൽ നിന്നാണ്, സംരംഭക കൂടിയാണ്. ശ്രീ മിഥുൻ വിജയകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ രാകേഷ് നാരായണൻ വണ്ടിപ്രാന്തൻ മീഡിയയുടെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. ഒപ്പം ഷൈജുമോൻ സാമ്പത്തിക വിദഗ്ധനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഞാൻ രാകേഷ് നാരായണനിലേക്ക് പോകുന്നു. രാകേഷ്, താങ്കൾ ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിലെ രചനകൾ അല്ലെങ്കിൽ വീഡിയോകൾ ആണ് കൂടുതലായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് താങ്കളെ ഈ വാഹനപ്രേമികൾക്ക് സുപരിചിതമാണ്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? കാരണം കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യൻ വിപണിയിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങി എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പല പോരായ്മകളുമുണ്ട് എന്ന് ഈ വാഹന വിദഗ്ധർ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഓരോ നിമിഷവും ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവുമാണ്. അങ്ങനെ ഒരു വലിയ സാധ്യതയെ ആണോ ഇന്ത്യയിൽ ടെസ്ല കാണുന്നത്? നമസ്കാരം, കേൾക്കുന്നുണ്ടോ പറയുന്നത്? യെസ്, കേൾക്കാം, പറയൂ. എനിക്ക് തോന്നുന്നത് ടെസ്ല ലേറ്റ് ടു ദ പാർട്ടിയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇലക്ട്രിക് കാറുകളുടെ ആ ഒരു വിഭാഗത്തിൽ കുറച്ചധികം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയും പോലെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇവിടുത്തെ എന്തൂസിയാസ്റ്റുകൾക്കും അല്ലെങ്കിൽ വാഹനപ്രേമികൾക്കും ഒക്കെ ടെസ്ല പോലുള്ള ഒരു വാഹനം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയല്ലേ? ഈ വാഹനപ്രേമികൾക്ക് സാധിക്കുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം തുടക്കത്തിൽ ഏതാണ്ട് 70 ലക്ഷം മുതൽ 2.6 കോടി രൂപ വരെ വില വരുന്ന വാഹനങ്ങളാണ് വിപണിയിലേക്ക് എത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും ടെസ്റ്റ് എന്ന നിലയ്ക്കെങ്കിലും നടക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില എന്ന് പറയുന്നത് ഒന്നുകൂടി റീസണബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ആദ്യമൊക്കെ ശരിക്കും കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത പ്രൈസിലായിരുന്നു സാധാരണ വണ്ടികൾ പോലും. എന്നാലും BYD പോലുള്ള നിർമ്മാതാക്കളൊക്കെ നല്ല നല്ല വാഹനങ്ങളൊക്കെ ഇവിടെ ഇറക്കുന്നുണ്ട്. 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപയൊക്കെ നിലയിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ കഴിവുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ടെസ്ലയ്ക്ക് ഒരു വലിയ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ലക്ഷറി വിഭാഗത്തിൽ നല്ല വിപണിയും നല്ല ഒരു മാർക്കറ്റുമാണ് ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും താങ്കൾ അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ശ്രീമതി ഗീതു, ഇവിടെ ഇതാ വാഹനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു എതിരഭിപ്രായമില്ല. അവർക്ക് പുതിയ വാഹനങ്ങൾ പരീക്ഷിക്കുവാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ടെസ്റ്റ് ഡ്രൈവിനെങ്കിലും അവസരം ലഭിക്കുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ വാഹന ഉപഭോക്താക്കളുടെ പട്ടിക പരിഗണിക്കുമ്പോൾ ലക്ഷറി വാഹനങ്ങൾ ആണ്. അങ്ങനെയൊരു വാഹനങ്ങളുടെ നിരയിലേക്കായിരിക്കാൻ ടെസ്ലയെ പോലുള്ളവർ കടന്നു വരിക എന്ന് വേണം അനുമാനിക്കാൻ. ഒപ്പം വലിയ മാറ്റങ്ങളോടുകൂടി വാഹനങ്ങളെ മറ്റ് രാജ്യങ്ങളിൽ അവതരിപ്പിക്കാൻ ടെസ്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്, ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളടക്കം. താങ്കളിപ്പോൾ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സംരംഭക എന്ന നിലയിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നത് ഈ ടെക്നോളജിയെ കൂടുതലായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ്. എന്നാൽ അത് തൊഴിലവസരങ്ങൾ നൽകുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഇതിപ്പോൾ ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഒരു സാങ്കേതികതയെ ഉൾക്കൊള്ളാൻ നമ്മുടെ രാജ്യം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ ഒരു നിഗമനം?
എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ല ഇപ്പം US പോലുള്ള, അതായത് എല്ലാവരും ട്രാഫിക് റൂൾസ് പാലിക്കുന്ന, സീബ്ര ക്രോസിംഗ് കൂടി ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്ന അങ്ങനെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു റോഡ്സിലും അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലും വർക്ക് ചെയ്യാനായിട്ട് ടെസ്ല ചിലപ്പോൾ റെഡി ആയിരിക്കും. ഈവൻ അമേരിക്കയിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും അവരത് ഉപയോഗിക്കുന്നില്ല, അവിടെ പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ പോലെ നമ്മുടെ റോഡിൽ മനുഷ്യർ പോലും നമ്മുടെ എത്ര റോഡിൽ സീബ്ര ക്രോസിംഗ് ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കണം. മനുഷ്യർ പോലും റോഡ് ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൃഗങ്ങളുള്ള ഒരു റോഡ് സിസ്റ്റം, ഒരുപാട് കുഴികളുള്ള അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം സെൽഫ് ഡ്രൈവിംഗ് പ്രാക്ടിക്കലാണ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. കാരണം ഈവൻ US പോലുള്ള റോഡിൽ പോലും സെൽഫ് ഡ്രൈവിംഗ് കാറ് കാരണം ആൾക്കാർ മരണപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു പോസിബിലിറ്റി ഇന്ത്യയിൽ എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ളത് നമുക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ലക്ഷറി കാർ സെഗ്മെൻറ്റിലോട്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഓഡിയോ, ബെൻസോ, BMW ഒക്കെ സെല്ലാവുന്നുണ്ട്. അപ്പം ലക്ഷറി കാർ സെഗ്മെൻറ്റിൽ അഫോർഡബിലിറ്റി ഒരു പ്രശ്നമാണെങ്കിൽ കൂടിയും അത്രയും കാർസ് സെല്ലാവുന്നുണ്ട്. അപ്പോൾ അത് കാരണം ടെസ്ലയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു മാർക്കറ്റ് ഇന്ത്യയിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം എത്രത്തോളം ഇന്ത്യൻ റോഡുകളിലും ഇന്ത്യൻ സിസ്റ്റത്തിലും ഈ ഒരു കാറ് പ്രാക്ടിക്കൽ ആണെന്നുള്ളതാണ്. പിന്നെ സംരംഭക എന്നുള്ളൊരു ആസ്പെക്റ്റിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രീമിയം ബ്രാൻഡ് ഇന്ത്യയിലോട്ട് വരുന്നു, അത് ആ ഒരു ബ്രാൻഡിന് മാത്രമല്ല ഗുണം ഉണ്ടാക്കുന്നത്, അത് റിലേറ്റ് ചെയ്ത് ഒരുപാട് MSMEs, ഒരുപാട് ബിസിനസ്സസ്, അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ബിസിനസ്സുകൾ, അതുപോലെ അതായത് ഇപ്പോൾ ഈ പ്രൈമറിയായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ടെസ്ല 2023 ആണ് പൂനെയിൽ വിമൻ നഗറിൽ ആണ് അവർ പ്രോപ്പർട്ടി, അതായത് ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ റെൻ്റ് അടക്കം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും ഒരു നിർമ്മാണ യൂണിറ്റോ പ്ലാന്റോ ഒന്നും ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നില്ല, മറിച്ച് സർവീസും സെയിലും എന്നതിനാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ഡെഫിനറ്റ്ലി സർവീസ് സെയിലും മാത്രമാണെങ്കിൽ കൂടിയും അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ MSMEക്കും സ്റ്റാർട്ടപ്പുകൾക്കും ബിസിനസ്സുകൾക്കും ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. കാരണം ഒരു ഗ്ലോബൽ കമ്പനി ഇന്ത്യയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു അസോസിയേറ്റഡ് ബെനിഫിറ്റ് ഇവിടെയുള്ള എല്ലാ കമ്പനീസിനും കിട്ടും. പക്ഷേ ഇതിനകത്ത് മാനുഫാക്ചറിങ് ഇന്ത്യയിലോട്ട് മാറാൻ പറ്റുമോ, അതോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറാൻ പറ്റുമോ, ഇവിടെ എന്തെങ്കിലും അവരുടെ ഒരു പ്ലാന്റ് ഉണ്ടാകുമോ എന്നുള്ളത് പ്രാക്ടിക്കലി എനിക്ക് ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. കാരണം സെമി കണ്ടക്ടേഴ്സ് പോലും ഗവൺമെൻറ് ഇത്രയും പ്രൊമോട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പ്രോപ്പർ മാനുഫാക്ചറിങ്, ഒരു ചിപ്പ് യൂണിറ്റ് പോലും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ അധികം പറ്റിയിട്ടില്ല. അതിപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത് ഫോറിൻ കൺട്രീസ് തന്നെയാണ്. പക്ഷേ ഈവൻ ദെൻ ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിലോട്ട് വന്നിട്ട് അത് അസോസിയേറ്റ് ചെയ്തിട്ട് കുറേ എംപ്ലോയ്മെൻറ്റ്, കുറേ MSMEസിനുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, ബാക്കിയുള്ള അതിൻ്റെ അറൗണ്ട് വരുന്ന ഒരു ഗ്രോത്ത് ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഈ നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചില പോളിസികളുണ്ടല്ലോ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം നടത്തുന്ന ഈ ചുങ്കവാർ എന്ന് വേണമെങ്കിൽ നമുക്ക്, ചുങ്കയുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു സാഹചര്യം. പല രാജ്യങ്ങൾക്കും അധിക ചുങ്കം ഏർപ്പെടുത്തുന്നു, ഇരട്ടിയാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രൊഡക്റ്റ് അമേരിക്കയിൽ തയ്യാറാക്കണമെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നത് വളരെ വലുതാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ, അത് യൂത്ത് വലിയ തോതിൽ ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനമുള്ള ഒരു രാജ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ഈ നിർമ്മാണം എന്നത് കുറച്ചുകൂടി ചെലവ് ചുരുക്കിയൊക്കെ സാധിക്കാൻ അങ്ങനെ ഒരു സാധ്യത മസ്ക് പ്രയോജനപ്പെടുത്തുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇലോൺ മസ്കിൻ്റെ കേസിൽ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എലോൺ മസ്ക് ഹാസ് ബിക്കം കുറച്ചും കൂടെ ഒരു പൊളിറ്റീഷ്യൻ റാദർ ദാൻ ഒരു ടെക്നോളജി എൻതൂസിയാസ്റ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ US ഇലക്ഷനിൽ തന്നെ കണ്ടതാണ്, എലോൺ മസ്ക് ട്വിറ്റർ ടേക്ക് ഓവർ ചെയ്തു. നേരത്തെ ട്വിറ്ററിൻ്റെ പ്രീവിയസ് ഓണേഴ്സ് ട്രംപിനെ ബാൻ ചെയ്തതായിരുന്നു. പക്ഷേ എലോൺ മസ്ക് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അക്കൗണ്ട് തിരിച്ച് ഫിക്സ് ആക്കി കൊടുത്തു. ട്രംപിൻ്റെ ഫണ്ട് തന്നെ അദ്ദേഹമായിരുന്നു പ്രധാനമായും. അതെ, അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ പൊളിറ്റിക്കലി കൂടെ ഒരു താല്പര്യമുള്ള ഒരാൾ ഈ ഒരു സിനാരിയോയിലോട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് കംപ്ലീറ്റ്ലി ഒരു ടെക്നോളജി റിലേറ്റഡ് ആസ്പെക്ട് മാത്രമേ ഒരു സയന്റിസ്റ്റ് വരുന്നത് പോലെ എലോൺ മസ്കിന്റെ ഒരു എൻട്രി നമുക്ക് കാണാൻ പറ്റും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തായാലും താങ്കൾ ആ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് ഞാൻ മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, ഇവിടെ ഇതാ കഴിഞ്ഞ ദിവസം ആണ് നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്തിയത്. അതോടൊപ്പം തന്നെയായിരുന്നു ഇലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ച. മസ്കിന്റെ മക്കൾക്ക് നൽകിയ കളിപ്പാട്ടങ്ങളടക്കം വലിയ തോതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത ഒന്നാണ്. അതേസമയം തന്നെ നേരത്തെ 2023 ആരംഭിച്ചതാണ് എങ്കിലും ഈ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇലോൺ മസ്കിനോ അല്ലെങ്കിൽ ടെസ്ലയ്ക്കോ സാധിച്ചിരുന്നില്ല. അമേരിക്കയുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് കൂടി വഴങ്ങിയിട്ടാണ് ഇന്ത്യ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ആ ഇൻട്രോയിൽ തന്നെ സൂചിപ്പിച്ചത്
ഈ $40,000 കൂടുതൽ വിലയുള്ള ഉയർന്ന നിലവാരമുള്ള വാഹനങ്ങളുടെ കസ്റ്റംസ് തീരുവ അടക്കം കുറയ്ക്കുന്ന നടപടിയിലേക്ക് ഇന്ത്യ പോകുന്നത് സമ്മർദ്ദങ്ങളുടെ കൂടി ഭാഗമാണ് എന്ന വിമർശനമുണ്ട് ശ്രീ മിഥുൻ. ഒരിക്കലല്ല, ഇന്ത്യ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്ല പോലുള്ള കമ്പനീസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇന്ത്യ ഒരു ഇന്നോവേഷൻ ഹബ്ബായി മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇന്ത്യ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരു രാജ്യമൊന്നുമല്ല. അത്രയ്ക്കൊരു എന്താ പറയുക ഗ്ലോബൽ പ്രസൻസും അതുപോലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അമേരിക്കയുടെ പ്രഷറിന് വഴങ്ങിക്കൊണ്ട് നമ്മൾ ടെസ്ലയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നില്ല. ടെസ്ല അവരുടെ ഈ പറഞ്ഞ പോലെ ഇന്നോവേഷൻ സെന്റേഴ്സ് അല്ലെ ഹബ്ബൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇന്ത്യ എന്ന രാജ്യത്തെ അവർക്കൊരു എന്താ പറയുക ഒരു ഇന്നോവേഷൻ ഹബ്ബായി കാണാൻ സാധിക്കുന്നു. അല്ലെ ഒരു ഫ്യൂച്ചറിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇന്നോവേഷൻ ഹബ്ബായി എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ? ഒരു സെയിൽ പോയിന്റ് ആയി എന്നതിനപ്പുറത്തേക്ക് കാണുന്നുണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, നോക്കൂ, ടെസ്ല പോലൊരു കമ്പനി ഇന്ത്യയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അവരുടെ എന്താ പറയുക ലിങ്ക്ഡിനിലെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ജോബ് പോസ്റ്റിംഗ്സ് നോക്കായിരുന്നു. അപ്പൊ അതില് കസ്റ്റമർ എൻഗേജ്മെന്റ് മാനേജർ, പിന്നെ ഇൻസൈറ്റ് സെയിൽസ് അഡ്വൈസർ, അങ്ങനെയുള്ള കുറെ പോസ്റ്റിംഗ്സ് ആണുള്ളത്. അപ്പം എന്തുകൊണ്ടും അവർ കസ്റ്റമർ സർവീസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള, അപ്പൊ എന്തുകൊണ്ടും ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഒരു പക്ഷേ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ സെയിൽസ് എന്താ പറയുക നടത്തി അതിന്റെ ഒരു റിസൾട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പിന്നീട് ഒരു എന്താ പറയുക മാനുഫാക്ചറിംഗിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും. അപ്പൊ മുംബൈ ആണ് അവരുടെ ഒരു പ്രൈമറി ഫോക്കസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബ്സ് ഒക്കെ കൂടുതൽ മുംബൈ ഫോക്കസ്ഡ് ആണ്. അപ്പൊ മുംബൈ ഒരു കീ മാർക്കറ്റായി കണ്ടുകൊണ്ട് തന്നെ അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈങ് പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലങ്ങളാണ് അവരൊരു പക്ഷേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ മുംബൈ ഒരു ഫോക്കസ് ഏരിയ വെച്ചുകൊണ്ട്, ഒരു കീ ഫോക്കസ് ഏരിയ വെച്ചുകൊണ്ട് അവരുടെ ഇനീഷ്യൽ ഓപ്പറേഷൻസ് അവിടെ നിന്ന് നടത്തിയിട്ട് അതിന്റെ റിസൾട്ട്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷേ അവർ മാനുഫാക്ചറിംഗിലേക്ക് പോലും പോയേക്കാം. ഇങ്ങനൊരു സാധ്യത ടെസ്ല ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നേരത്തെ ശ്രീമതി ഗീതു പറഞ്ഞത്. എനിക്ക് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവർ ചില ഉദാഹരണങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അവര് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ടെസ്ലയുടെ മോഡൽസ് ഇന്ത്യൻ റോഡ്സിന് സൂട്ടബിൾ ആണോ, അതിൽ ഇന്ത്യക്ക് പറ്റുമെന്ന്. ടെസ്ല അമേരിക്കയിലൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെസ്ലയുടെ 4 മോഡൽസ് ആക്ച്വലി ഇന്ത്യൻ റോഡ്സിന് സൂട്ടബിൾ ആണെന്നുള്ള റെഗുലേറ്ററി അപ്രൂവൽ ഉള്ള 4 മോഡൽസ് ഉണ്ട്. മോഡൽ എക്സ് അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ടെസ്ല മോഡൽസിന് അല്ലെങ്കിൽ അവരുടെ ഇന്ത്യൻ റോഡ്സിനുള്ള അഡാപ്ഷൻ അതിനെ ഒന്നും ഒരിക്കലും നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ടെസ്ല ഈ പറയുന്ന EV കാറ്റഗറി വെഹിക്കിൾസ് തന്നെ ഒരു ഏർലി ഇന്നോവേറ്റർ ആണ്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ലേറ്റ് എൻട്രന്റ് ആണെന്ന്. ലേറ്റ് എൻട്രന്റ് എന്നതിലപ്പുറത്തേക്ക് ഒരു ഏർലി ഇന്നോവേറ്റർ കൂടിയാണ് ടെസ്ല. ടെസ്ലയാണ് ഇതിനൊരു പക്ഷേ ഒരു വലിയൊരു പുഷ് കൊടുത്തത്. അതിനുശേഷമാണ് മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല കമ്പനീസും ഇനി ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. അപ്പം ടെസ്ല ഈസ് എൻ ഏർലി എൻട്രന്റ് ഇൻ ദിസ് ഡൊമൈൻ ഇറ്റ്സെൽഫ്. അപ്പൊ ഈ ഒരു എന്താ പറയുക ഏർലി ഇന്നോവേഷൻ സ്റ്റേജിൽ ടെസ്ലയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ എന്താ പറയുക ടെസ്ലയുടെ നേട്ടങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് മറ്റു പലതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റ് ഒരിക്കലും ടെസ്ലയ്ക്ക് എന്താ പറയുക സൂട്ടബിൾ അല്ലാത്തൊരു മാർക്കറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ടെസ്ല ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ടെസ്ലയ്ക്ക് ഒരു പക്ഷേ ഈ ഒരു കോമ്പറ്റീഷൻ ഗെയിം കുറച്ചുകൂടെ അപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടുത്തെ ഈ എന്താ പറയുക പ്രൈസിങ് കുറെ കൂടെ കോമ്പറ്റീറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. മറ്റ് പല ഇന്നോവേഷൻസും അതിൽ വരാൻ സാധ്യതയുണ്ട്. ഈ എന്താ പറയുക ഇതുപോലുള്ള ഇന്ത്യയിലെ തന്നെ ടാറ്റ അല്ലെങ്കിൽ ഓല ഇലക്ട്രിക് ഇതുപോലുള്ള ആളുകൾക്കൊരു കൂടുതൽ കോമ്പറ്റീറ്റീവ് ആവാനുള്ള ഒരു സാധ്യത കൂടെയാണ്. അപ്പൊ ഒരു എന്താ പറയുക ഇലക്ട്രോണിക് വെഹിക്കിൾ അഡോപ്ഷൻ അതുകൊണ്ട് ഇമ്പ്രൂവ് ആവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് വലിയ രീതിയിൽ എന്താ പറയുക ടെസ്ലയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുകൊണ്ട് ജോലി സാധ്യതകളും അതായത് ഇപ്പൊ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റിന് അപ്പുറത്തേക്ക് മനസ്സിലാക്കുന്ന ഒരു എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് ഇൻഡസ്ട്രീസ് അത് ഒന്നുകൂടെ വികസിക്കും. ഫോർ എക്സാമ്പിൾ ഈ ആപ്പിൾ വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒരുപാട് വളർന്നു. അപ്പൊ അങ്ങനെയുള്ള ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് മേഖലകൾക്ക് അതൊരു ഗുണം ചെയ്യുന്ന രീതിയിലേക്കുള്ള വളർച്ചയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽ, ഇവിടെ ഇതാ ഈ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അമേരിക്കയോട് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ എപ്പോഴും എന്നുള്ളതാണ് വിമർശനം. ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടടക്കം വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഞാൻ താങ്കളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ആയിരുന്നു CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കടന്നുവരവിനെ അത് ഇത്രമേൽ വേഗത്തിലാകണമോ എന്നൊരു സംശയം അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. അതുണ്ടാക്കാൻ പോകുന്ന ചില പ്രത്യാഘാതങ്ങളെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അതേ CPIM തന്നെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു വീഡിയോ പുറത്തിറക്കുന്നു. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു. അത് അവരുടെ മരണപ്പെട്ടുപോയ സഖാവ് EK നായനാരുടെ ശബ്ദവും ദൃശ്യവുമൊക്കെ അദ്ദേഹം നിന്ന് സംസാരിക്കുന്നതിന് സമാനമായ തരത്തിൽ രൂപപ്പെടുത്തിയ ഒന്നാണ്. അപ്പോൾ കാലം ആവശ്യപ്പെടുന്ന ചില മാറ്റങ്ങളുണ്ട്.
അതിനോട് നമുക്ക് മുഖം തിരിക്കാം. പക്ഷേ ആ രാജ്യം ഒന്നാകെ അതിൽ പിന്നോക്കം പോകുമെന്നതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അമേരിക്കയ്ക്ക് വഴങ്ങുന്നു അല്ലെങ്കിൽ അമേരിക്കയോട് വിധേയപ്പെടുന്നു എന്ന വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോഴും ഇത്തരം കമ്പനികൾ ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയല്ലേ ചെയ്യുക? ഞാൻ എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് മാറി ഒരു ചോദ്യം കൂടി ചോദിച്ചല്ലോ, അത് ഇതിന്റെ രണ്ടാം ഘട്ടത്തില് മറുപടി പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, നമ്മുടെ രാജ്യത്ത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നൊക്കെ പറയും. ഇതൊക്കെ രാജ്യാന്തരമായി രാജ്യങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ കൂടുതൽ സുതാര്യത ഉണ്ടാകുക, കൂടുതൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി സാധന സാമഗ്രികൾ കൂടുതൽ കച്ചവടത്തിന് വിധേയമാക്കുക, അങ്ങനെ ലോകത്താകെ വ്യവഹാരങ്ങൾ, കച്ചവടങ്ങൾ വർദ്ധിപ്പിച്ച് അതാത് രാജ്യങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ആയിരുന്നല്ലോ ഈ നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യയിൽ നടപ്പാക്കിയതും അതിനു മുമ്പ് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ നടപ്പാക്കിയ ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിച്ചത്. നോക്കൂ, അപ്പൊ സ്വാഭാവികമായി ഓരോ രാജ്യവും ആ രാജ്യത്തേക്കുള്ള ഇറക്കുമതി ചുങ്കം കുറയ്ക്കും. ഓരോ രാജ്യവും, ഉദാഹരണം ഇന്ത്യയിൽ സബ്സിഡികൾ കുറയും. അങ്ങനെ സബ്സിഡികൾ കുറച്ച് സാധനങ്ങൾ വില കുറച്ച് മാർക്കറ്റിൽ എത്തിയാൽ കച്ചവടം നഷ്ടത്തിലാവും. ഇങ്ങനെയൊക്കെയുള്ള വളരെ എന്താണ് പറയുന്നത്, രാജ്യാന്തരം സാർവദേശീയമായി മനുഷ്യർ മാറുന്ന ഒരു കാലത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആഗോളവൽക്കരണം ആരംഭിച്ചത്. ഇതിന്റെ എല്ലാം ചുക്കാൻ, താക്കോൽ നിയന്ത്രിക്കുന്ന രണ്ട് അന്തർദേശീയ സ്ഥാപനങ്ങളാണ് വേൾഡ് ബാങ്കും IMF. ആ വേൾഡ് ബാങ്കിന്റെ സ്ഥിരം പ്രസിഡന്റ് അമേരിക്കയാണ്. ഇതെല്ലാം അമേരിക്ക നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ. അവരാണല്ലോ നമ്മളോട് ഇതൊക്കെ പറയുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾ ചുങ്കം കൊടുക്കണം, അത് സ്വകാര്യ മുതലാളിമാരായിരിക്കണം നടത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഈ ചർച്ചയിൽ എത്ര പ്രസക്തമാണെന്ന് എനിക്കറിയില്ല. കാര്യം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ധാരണ ഈ ടെസ്ലയുടെ ഡ്രൈവർലെസ് കാർ ഇന്ത്യയിൽ ഓടുമെന്നൊക്കെയാണ്. അങ്ങനൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. എന്തായാലും തിരിച്ചു വരാം. നോക്കൂ, രാജ്യത്ത് ലോകത്ത് 2020 ശേഷം 26,000-ഓളം പുതിയ നിയന്ത്രണങ്ങൾ ഓരോ രാജ്യവും, മറ്റൊന്നല്ല ഉദാഹരണം അമേരിക്ക, ഓരോ രാജ്യവും മറ്റൊരു രാജ്യത്തു നിന്നുള്ള ഇറക്കുമതിയുടെ കാര്യത്തിൽ വലിയ നിയന്ത്രണങ്ങൾ നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നോക്കൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിരുന്ന ഈ പറയുന്ന ആഗോളവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ഒക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്ക പറയാണ് തങ്ങളുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്താൽ തങ്ങൾ പറയുന്ന ചുങ്കം കൊടുക്കണം. ഞാനത് തൽക്കാലം അവിടെ പറഞ്ഞു നിർത്തിയിട്ട് ടെസ്ലയിലേക്ക് വരാം. നോക്കൂ, ഇന്ത്യയിലേക്ക് ഒരു പുതിയ കാർ കമ്പനി വരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക മേഖല, ഇപ്പൊ നമ്മളോട് പലരും പറയുന്നത് ഇന്ത്യ, പ്രത്യേകിച്ച് പൊതുവെ ഇന്ത്യ ഭയങ്കരമായി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്നു എന്നൊക്കെയാണല്ലോ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ലോകത്തിലെ മാർക്കറ്റ്, ലോകത്തിലെ ഈ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് ഇപ്പോഴും 2.8% ആണ്. തൊട്ടടുത്ത രാജ്യം ചൈനയുടേത് 28%. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ സമയം കുറയ്ക്കാം. നമുക്ക് കോട്ടൺ ഇൻഡസ്ട്രി, ഈ ലോകത്തിലെ കോട്ടൺ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയുടെ പങ്ക് എന്താണെന്നറിയാമോ? 2.8%. ചൈനയുടെ പങ്ക് 30%. പാവം ആ തൊട്ടടുത്ത ബംഗ്ലാദേശിന്റെ പങ്ക് 9%. ഇതൊക്കെ ഉള്ളൂ നമ്മൾ കേൾക്കുന്ന ഈ വിവാചക കസർത്തിന്റെ യഥാർത്ഥ ചിത്രം. ഇനി ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു. ടെസ്ല എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ കാർ കമ്പനി തുടങ്ങാനായി എന്താണ് സർക്കാർ എടുത്തൊരു നിലപാട്? ഒന്ന്, നമ്മുടെ ബജറ്റിൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ബജറ്റിൽ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. 13% ഇറക്കുമതിയിൽ 13%-ൽ നിന്ന് 11%-ലേക്ക് ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നു. അർത്ഥം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വില കുറച്ച് മറ്റ് രാജ്യങ്ങളിലെ വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അവസരം. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ വില കുറച്ച് അമേരിക്കൻ ആപ്പിൾ കിട്ടും. അങ്ങനെയല്ലല്ലോ. എന്ന് മാത്രമല്ല, മറ്റൊരു ക്ലോസ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് $50 കോടി മുകളിൽ, $50 കോടി എന്ന് വെച്ചാൽ ഈ എലൻ മസ്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു ലോഡ്ജിൽ പോയി താമസിക്കുന്ന തുകയാണ് ഈ $50 കോടി. ഈ $50 കോടി മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ആളുകൾ വന്നാൽ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം, ആ ആനുകൂല്യമാണ് ടെസ്ലയോട് പറയുന്നു, നിങ്ങളുടെ വാഹനങ്ങൾ 15% നികുതിയെ ഞങ്ങൾ ഏർപ്പെടുത്തു, ഇന്ത്യയിൽ വിൽക്കണം. 40,000 വാഹനങ്ങൾ അങ്ങനെ വിൽക്കാം. ഒരു വർഷം 8,000 വാഹനങ്ങൾ വെച്ച്. ഇത് പറയുമ്പോഴാണ് ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതി എന്ന് പറഞ്ഞ വലിയൊരു ആഘോഷം ഉണ്ടല്ലോ. ഞങ്ങൾ പറയുന്നത് മേക്കിംഗ് ഇന്ത്യ അല്ല, മെയ്ഡ് ബൈ ഇന്ത്യ. നിങ്ങൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ കോർപ്പറേറ്റുകൾക്ക്
അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരുടെ വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യാനും ഒക്കെ അവസരങ്ങൾ കൊടുത്ത് അവർ അത് കയറ്റുമതി ചെയ്ത് നിങ്ങൾക്ക് നക്കാപ്പീച്ച കിട്ടുന്നതിനേക്കാൾ അവർ വലിയ കൊള്ള നടത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? യു മേക്ക് ദി തിങ്സ് ബൈ ഇന്ത്യ. ഇന്ത്യക്കാരെ കൊണ്ട്, ഇല്ലെങ്കിൽ ഈ ടെസ്ലയുടെ സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് തരണം. ഇന്ത്യക്ക് ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. അതിൽ 1% അതിസമ്പന്നരാണ്. നിങ്ങളുടെ വാഹനം വാങ്ങാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ വ്യവസായം തുടങ്ങിയാൽ നിങ്ങളുടെ സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇതൊന്നുമില്ല. ടെസ്ല വരുന്നു, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് ടെസ്ല പറയാണ് ഞങ്ങൾ കുറച്ചുനാൾ കഴിഞ്ഞാൽ ഇവിടെ ആരംഭിക്കും. 3 വർഷം കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ $200 കോടി, അയാൾക്ക് $200 കോടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്ന്. പിന്നെ $1500 കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. പിന്നെ ഇപ്പൊ ചർച്ച പങ്കെടുത്ത് പറഞ്ഞൊരു 13 തരം പോസ്റ്റുകൾക്ക് വേണ്ടി ഇദ്ദേഹം പരസ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി, ഈ ടെസ്ല എന്ന് പറയുന്ന കമ്പനി ലോകത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം, ചൈനയുടെ ഒരു കാർ കമ്പനി ഉണ്ട്. അത് അമേരിക്കൻ കമ്പനി തന്നെയാണ്, അമേരിക്കക്കാരുടെ കമ്പനിയാണ്. BYD, നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനി. ആ കമ്പനിയുടെ കാറുകളും ടെസ്ലയും തമ്മിൽ ചൈനയിൽ മത്സരിക്കുന്നു. ടെസ്ലയുടെ മാർക്കറ്റ് 47%, BYDയുടെ മാർക്കറ്റ് 47% വളർന്നപ്പോ ടെസ്ലയുടെ മാർക്കറ്റിൽ 13% ഇടിവുണ്ടായി. ജർമ്മനിയിൽ, നോർവേയിൽ, സ്വീഡനിൽ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ തിരിച്ചടി നേരിടുന്ന ഒരു കമ്പനി ഇന്ത്യയിലേക്ക് ഒട്ടേറെ സൗജന്യങ്ങൾ നൽകി വരുന്നു എന്ന് പറയുമ്പോൾ ആരാണ് എലൺ മസ്ക് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. ഇതൊക്കെ ഇന്ത്യയിലെ ഒരു 100-ൽ അല്ലെങ്കിൽ 1000-ൽ ഒരാളിനെ ബാധിക്കുന്ന, അയാളുടെ ജീവിത സൗഭാഗ്യങ്ങളെ വളർത്തുന്ന ഒരു സംവിധാനം വരുമ്പോ ഇതേതാണ്ട് വലിയ കാര്യമാണ്. ഇത് ഇന്ത്യക്ക് വലിയ മെച്ചമുണ്ടാകും എന്നൊക്കെ ഒരു പക്ഷേ കാർ ഭ്രാന്തൻ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് സന്തോഷം ഉണ്ടാകും. പക്ഷെ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഇത്തരം ഉഡായിപ്പുകൾ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു ഗുണം ഉണ്ടാക്കില്ല. ഇതൊക്കെ എലോൺ മസ്കിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ഒരുതരം ദുരൂഹ കച്ചവടത്തിന് ഇന്ത്യ അതിന്റെ തല വെച്ചു കൊടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ശ്രീ മിഥുൻ, ഒരുപക്ഷെ താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ ശ്രീ അനിൽ പറഞ്ഞതിൽ ഒരു അഭിപ്രായം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരിക്കൽ കേരളത്തിൻ്റെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് മാധ്യമങ്ങളോട് ചോദിച്ച ചോദ്യമുണ്ട്. ഈ ഗൂഗിൾ പേ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണ്? നാട്ടിലെ തട്ടുകടക്കാരന്, പച്ചക്കറി വിൽക്കുന്നവന്, മീൻ കച്ചവടക്കാരനൊക്കെ ഗൂഗിൾ പേയിലൂടെ പണം സംക്രമണം ചെയ്യുക, അതൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ച മന്ത്രി ഇപ്പോഴും ഉണ്ട്. അദ്ദേഹവും ഇപ്പോൾ അത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് നാട്ടിലെ തട്ടുകടകളിലും മീൻ കച്ചവടക്കാരനും ഒക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അനിൽ സാർ, ഈ ഡ്രൈവർ ഇല്ലാത്ത ഒരു കാറൊക്കെ ഇന്ത്യൻ വിപണിയിൽ സാധ്യമാണോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ നിരത്തുകളിലൂടെ ഓടുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരുത്തുന്നൊന്നുമില്ല. പക്ഷേ ഞാനൊരു ചരിത്രം ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. പക്ഷേ മിഥുൻ, ഇവിടെ അനിൽ സാർ പറയുന്നതിൽ കുറേ അധികം പോയിന്റുകൾ, അത് നമുക്ക് തള്ളിക്കളയാനുമാകില്ലല്ലോ. ശ്രീ അനിൽ ഇവിടെ പറഞ്ഞ കാർ ഭ്രാന്തന്മാർക്കുള്ള മറുപടി ഒരു പക്ഷേ മറ്റേ പാനലിസ്റ്റ് കൊടുക്കും. തീർച്ചയായും ഞാൻ അദ്ദേഹം പറഞ്ഞ ഇലോൺ മസ്കിന്റെ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥ, ട്രംപും മസ്കും ചേർന്ന് നടത്തുന്ന ഗിമ്മിക്കുകളെ കുറിച്ചാണ് ചോദിച്ചത്. നോക്കൂ, ഓരോ രാജ്യത്തിനും അവരുടേതായ ഇക്കോണമി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പല അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും ആ രാജ്യത്ത്. അതിനൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് പല ഗിമ്മിക്കുകളായി തോന്നിയേക്കാം. പക്ഷെ അത് അവരെ സംബന്ധിച്ച് ഒരു ഗിമ്മിക്ക് ആയിരിക്കില്ല. അവരെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്പേസ് ഉള്ള ഒരു അവസരമായിട്ടായിരിക്കും അവർ അതിനെ കാണുന്നത്. പിന്നെ ടെസ്ല ഒരു നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനി എന്നൊക്കെ പറയുന്നു. ടെസ്ലയുടെ ഇപ്പോഴും ഇലക്ട്രോണിക് വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ ഞാൻ യുഎസിന്റെ മാർക്കറ്റാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. ഞാൻ ചൈനയിലേക്കൊന്നും കടന്നിട്ടില്ല. ചൈനയെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ ലോക്കൽ പ്ലെയേഴ്സിന് ഒരു വലിയ സാധ്യതയുള്ള ഒരു മാർക്കറ്റാണ്. അപ്പം യുഎസിൽ ഇപ്പോഴും ടെസ്ലയ്ക്ക് തന്നെയാണ് 44% മാർക്കറ്റ് ഷെയർ ഉള്ളത്. 24 Q4 നമ്മൾക്ക് അവരുടെ എന്താ പറയുക, അവരുടെ ഈ റവന്യൂ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവരെ അത്യാവശ്യം ഒരു സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ മാർക്കറ്റ് ഷെയർ ടോട്ടൽ റവന്യൂ 1% വളരുകയാണ് ചെയ്തത്. അത് കുറഞ്ഞിട്ടൊന്നുമില്ല, അതിലൊരു വലിയ ഹിറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ടെസ്ല ഒരു ഷോർട്ട് ടേം വിഷൻ ഉള്ള ഒരു കമ്പനിയല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു
ഷോർട്ട് ടേം ഗോൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ഒരു കമ്പനിയല്ല. എലോൺ മസ്കിന്റെ എല്ലാ കാര്യങ്ങളെയും പോലെ ഇതിലും ഒരു ലോങ് ടേം വിഷൻ വെച്ചുകൊണ്ട് കുറെ എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്, ഒരു കമ്പനിയാണ്. അപ്പൊ അവരുടെ AI ഡെവലപ്മെന്റ് മോഡൽസ് അല്ലെങ്കിൽ റോബോട്ടിക്സ് അതിനൊക്കെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് അതിൽ ഒരു പക്ഷേ താങ്കൾക്ക് ഈ പറയുന്ന പോലെ ചൈന അല്ലെങ്കിൽ ജർമ്മനിയിൽ കണ്ടില്ല എന്ന് കരുതി ടെസ്ല പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു കമ്പനിയാണെന്നൊരു മുദ്ര കുത്താൻ സമയമായിട്ടില്ല. പിന്നെ ടെസ്ല ഇന്ത്യയിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അതിന് എന്താ പറയുക, അതിന് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾ ഈ മേക്ക് ഇൻ ഇന്ത്യയെ അത്ര പരിഹസിച്ച് കാണേണ്ട ആവശ്യമില്ല. കാരണം മേക്ക് ഇൻ ഇന്ത്യ വന്നതിന് ശേഷം ഒരുപാട് ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുകയും ഒരുപാട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ലോക്കലി മാനുഫാക്ചർഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയയിൽ നമുക്ക് വികസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ എത്രത്തോളം പരിഹസിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് മോദി ഗവൺമെന്റ് മുന്നോട്ട് വെച്ച് ഒരു സാധനം കൊണ്ടുവന്നാൽ അത് പരീക്ഷിച്ച് വെറും 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ടോ വിജയിക്കണം എന്നുള്ളത് ഒരു വല്ലാത്ത എക്സ്പെക്ടേഷൻ ആണ്. വലിയ ഹൈ എക്സ്പെക്ടേഷൻസ് നല്ലതാണ്. പക്ഷെ ഇത് ഓർക്കണം, നമ്മൾ കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത് പറയുന്നത്. കേരളത്തിൽ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഗൂഗിൾ പേ ഒക്കെ അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ കണ്ണൂർ പോയിട്ട് ഒരു ഊബർ ബുക്ക് ചെയ്യാൻ നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ഓല ബുക്ക് ചെയ്യാൻ നോക്കിയാൽ കിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മൾ ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇന്നോവേഷൻസിനെയൊക്കെ പരിഹസിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം ബാംഗ്ലൂരോ ചെന്നൈയിലോ കൊൽക്കത്തയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നെസസിറ്റിയാണ് ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റുക. അതിനുള്ളൊരു എന്താ പറയുക ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആക്സസിബിലിറ്റി അതില്ലാത്തൊരു സംസ്ഥാനമാണ് നമ്മുടേത്. പല സ്ഥലങ്ങളിലും ഇല്ല. ഈ പറഞ്ഞ പോലെ ഞാനൊരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു ഡെവലപ്ഡ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് ഒന്ന് ബുക്ക് ചെയ്യാൻ നോക്കി നോക്കൂ, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും വിഷമങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും കേരളം ഒരു എന്താ പറയാ മുൻകൈ എടുക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇരുന്നുകൊണ്ട് ടെസ്ലയെ വിമർശിക്കുകയാണ്, ടെസ്ലയുടെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണ്, ടെസ്ല ഇന്ത്യയിലേക്ക് വന്നാൽ ഒരു ഗുണം ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇവിടെ ഡ്രൈവർലെസ് മോഡലൊന്നും അല്ല അവർ ഇറക്കാൻ പോകുന്നത്. അവരുടെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് വെഹിക്കിൾ മോഡൽസ് ആണ് അവർ ഇറക്കാൻ പോകുന്നത്. അപ്പം അത് അവർക്ക് ഈ ഒരു സ്പേസിൽ വന്നിട്ട് അവരുടെ എന്താ പറയുക പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ട് നമുക്ക് കാണാം. ആ ഒരു മോഡൽസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന അഡ്വാൻസ്മെന്റ്സ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന എന്താ പറയുക മറ്റ് പ്ലേയേഴ്സ് അതിനെ എത്ര കോമ്പറ്റീറ്റീവായി കാണുന്നു, ആ ഒരു സ്പേസിലേക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വരാൻ പോകുന്നു, ഇതിനെയല്ലേ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. മാത്രമല്ല ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഇത് എന്താ പറയുക അഡ്വാൻസ്ഡ് റോബോട്ടിക്സ്, പിന്നെ AI പവേർഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ, അത്യാധുനിക ബാറ്ററി ടെക്നോളജി, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് ടെസ്ലയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഉണ്ടാവുന്ന ജോയിന്റ് വെഞ്ചേഴ്സും ഉണ്ട്. ഇപ്പം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയുക ഓവറോൾ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഈ സർവീസ് മേഖലയ്ക്ക് അതൊരു വലിയ ബൂസ്റ്റ് ഉണ്ടാക്കാൻ തീർച്ചയായും സാധിക്കും. അപ്പൊ മാത്രമല്ല ഈ നോളജ് ട്രാൻസ്ഫർ അതും നമ്മൾ കാണണം. കാരണം ടെസ്ല പോലെ അഡ്വാൻസ്ഡ് റോബോട്ടിക്സിൽ ഒരു ടോപ്പ് പ്ലെയറായി തന്നെയാണ് ടെസ്ല ഇപ്പോഴും കാണുന്നത്. അപ്പം അങ്ങനെ ഒരു കമ്പനി അവര് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നോളജ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. എന്താ പറയുക അതൊരു എന്താ പറയുക ഇപ്പം ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ്, ഡിസൈനേഴ്സ്, ടെക്നീഷ്യൻസ് ഇവർക്കൊക്കെ ഒരു അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് കൾച്ചറിലേക്കുള്ള എക്സ്പോഷർ കൂടെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ടെസ്ലയെ മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ടെസ്ലയെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിനും ഒരു പൊളിറ്റിക്സ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ എന്തും ഒരു എന്താ പറയുക ആന്റി മോദി ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേൾഡ് ബാങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു. വേൾഡ് ബാങ്കിലെ പ്രസിഡന്റ്സ് എല്ലാവരും തന്നെ അമേരിക്കക്കാരാണ്. അതിൽ മേജർ ഷെയർ ഹോൾഡർ അമേരിക്കയാണ്. അപ്പൊ അവരുടെ നോമിനേഷൻ ആണ് അതിൽ തീർച്ചയായിട്ടും കണക്കിലെടുക്കുന്നത്. അതിന് നമുക്ക് എന്ത് എതിർപ്പുണ്ടെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കണം. അല്ലാതെ അതിൽ അമേരിക്കക്കാരാണ് അതുകൊണ്ട് അമേരിക്കൻ ഫേവറിംഗ് ആയിട്ടുള്ള ഡിസിഷൻസ് അവരെടുക്കുന്നു പറഞ്ഞാൽ അതിന്റെ പൊളിറ്റിക്സ് വേറെയാണ്. കാരണം അത് നമുക്ക് വേറൊരു ചർച്ചയിലേക്ക് വേണം വെക്കാൻ പറ്റും. തീർച്ചയായും നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. എനിക്കൊരു ഇടവേള അനിവാര്യമാണ്. രാകേഷിലേക്ക് അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുകയാണ്. ശ്രീ രാകേഷ്, ഇവിടെ ഈ ഡ്രൈവർ ഇല്ലാത്ത കാർ എന്നതാണ് നേരത്തെ സാർ ഇവിടെ സൂചിപ്പിച്ചത് എങ്കിൽ പോലും നമുക്കറിയാം ഓരോ വർഷവും കൂടുതൽ അഡ്വാൻസ്ഡായ ടെക്നോളജികളോട് കൂടിയാണ് വാഹനങ്ങൾ ഇറങ്ങുന്നത്. ഇപ്പോൾ ടാറ്റ തന്നെ സാധാരണക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന നാനോ എന്നൊരു മോഡൽ ഇറക്കുന്നു. അത് പിന്നീട് ഇന്ത്യൻ വിപണിയിൽ നിന്നു പോകുന്നു. അതിനുശേഷം ചില മാറ്റങ്ങളോട് കൂടി വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ടല്ലോ. ഇപ്പോൾ ഈ മത്സരം മുറുകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്ന് വില കുറയാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ കാര്യക്ഷമമാകാനുള്ള സാധ്യതയുണ്ട്, ഗുണനിലവാരം മെച്ചപ്പെടുവാനുള്ള സാധ്യതയുണ്ട്,
അതേത് മേഖലയുമാകട്ടെ, എന്ത് മേഖലയിലും അങ്ങനെയാണല്ലോ. അപ്പോൾ ടെസ്ലയെ പോലുള്ള ഒരു കമ്പനി കടന്നു വരുമ്പോൾ ആ ബ്രാൻഡ് എന്നതിനെ മാത്രമാണോ നോക്കിക്കാണേണ്ടത്? ഈ കാർ വിപണിയിൽ അത് മറ്റു മാറ്റങ്ങൾക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ടോ? ആദ്യം നാനോയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ തുടങ്ങാം. നാനോ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ അധികം വാർത്തകൾ കാണുന്നുണ്ട്. അത് BYD ഒരു മോഡലിന്റെ മുകളിൽ നാനോയുടെ സ്റ്റിക്കർ അടിച്ച് വെച്ച ഫോട്ടോസ് ആണ്. നാനോ പ്ലാന്റിൽ പോയിട്ടുള്ള, നാനോ ഡെവലപ്പ് ചെയ്ത ആളുകളോട് സംസാരിച്ച ഒരു അറിവിൽ പറയാണ്, നാനോ തിരിച്ചു വരാൻ ചാൻസ് ഒന്നുമില്ല, അത് വെറുതെ പറയുന്നതാണ്. അത് ഫോർഡ് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന പോലെ ഉള്ളൂ. പിന്നെ നേരത്തെ അനിൽ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പ്രാന്തന്മാരുടെ കാര്യം എന്ന് പറയില്ലേ, ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഏത് വണ്ടി ഓടിക്കാം എന്നുള്ളത് തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ടെസ്റ്റിലല്ല, അതിനിപ്പോ ഈ ഏത് വണ്ടി വന്നാലും ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പോയി ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് കാത്തുക്കുന്ന കുറെ ആളുകളുണ്ട്. അതിന്റെ എക്കണോമിക്സോ അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്തായിട്ട് ഓട്ടോണമസ് ആ ഒരു ഡ്രൈവിന്റെ കാര്യം പറഞ്ഞ അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇപ്പൊ നമുക്ക് വൈപ്പർ ഉണ്ട്, മഴയത്ത് വൈപ്പർ ഇടുന്നു എന്നുള്ള പോലെ ഉള്ളൂ. പറ്റുന്ന സാഹചര്യത്തിൽ യൂസ് ചെയ്യാം, അല്ലാണ്ട് ഫുൾ ടൈം അത് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടെ ഇറങ്ങുന്ന പല വണ്ടികളിലും ഇപ്പൊ തന്നെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതായത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ പോലുള്ള, ലൈൻ കീപ്പ് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും ഉണ്ട്. അതൊക്കെ ഓൾറെഡി സാധാരണ വണ്ടികൾ തന്നെ ഉണ്ട്. പിന്നെ ടെസ്ല വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഓട്ടോ എക്സ്പോ, കഴിഞ്ഞ ഓട്ടോ എക്സ്പോ നിങ്ങൾക്ക് അറിയാം, 14 വണ്ടികളോളം ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്ത് ഇലക്ട്രിക് ആണ്. അപ്പൊ ആ കൂട്ടത്തിലേക്ക് CBU ആയിട്ടാണെങ്കിലും, CBU എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് വീൽ യൂണിറ്റ് ആയിട്ടാണെങ്കിലും ടെസ്ല വരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് കാണാനുള്ള കൗതുകം അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അറിയാനുള്ള കൗതുകമൊക്കെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ മത്സരം വർദ്ധിക്കും എന്നുള്ളതിനോട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതായത് കാര്യക്ഷമത കൂടും, അല്ലെങ്കിൽ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു വില, അത് സാധാരണക്കാരനൊക്കെ നിരക്കുന്ന നിലയിലേക്ക് പല കാറുകളുടെയും വില താഴുന്നുണ്ട്. അതിലിപ്പോൾ ക്ലാസുകൾ പലതുണ്ടാകും വാഹനത്തിൽ. അത് ഓരോ കാലഘട്ടത്തിലും സമ്പന്നരായ ഒരു വിഭാഗം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി കൂടുതൽ സൗകര്യപ്രദമായി ഇറക്കേണ്ടി വരും. അത് സ്വാഭാവികമാണല്ലോ. ഈ അവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ടെസ്ലയൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അവര് 3 മാസം അല്ലെങ്കിൽ 6 മാസത്തേക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ റോഡുകൾ ഓടിച്ച് തിരിച്ചു കൊണ്ടുപോയ ആളുകളുണ്ട്. കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട്. അതായത് ഒരു വാഹനം വരുമ്പോൾ ആ വാഹനത്തിന് ഒരു പ്രത്യേകതരം ഓഡിയൻസ് ഉണ്ടാവും. അത് പണം കൊണ്ടാണെങ്കിലും അതല്ല, ഇഷ്ടം കൊണ്ടാണെങ്കിലും അതല്ല, അത് വാങ്ങാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം കൊണ്ടാണെങ്കിലും. അപ്പോ ഒരു വലിയ കാർ വാങ്ങുന്ന വിഭാഗത്തിന് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് വാങ്ങാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം CBU ആയിട്ട് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു 1.5 കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ എത്രയോ സെലിബ്രിറ്റികളുടെ കയ്യിൽ ഡിഫൻഡറുകളുണ്ട്, അല്ലെങ്കിൽ റോൾസ് റോയ്സിലുള്ള ആളുകളുണ്ട്. വണ്ടി വാങ്ങാൻ തക്കവണ്ണം കഴിവുള്ള ആളുകളോട് ഉണ്ട്, അവർക്കത് വാങ്ങാൻ കഴിയും. അത് തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യെസ്, ശ്രീമതി ഗീതു, ഇവിടെ ഇതാ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് വാഹനങ്ങൾ പല ക്ലാസ്സിൽപ്പെട്ടവർ ആണ് ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ച് വാഹനങ്ങളുടെ കാര്യക്ഷമതയും സൗകര്യങ്ങളും ഒക്കെ മാറിയിരിക്കും. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, ഇന്ത്യയെപ്പോലൊരു രാജ്യം അതിന് പരുവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അതെല്ലാവർക്കും ഉപയോഗിക്കുക എന്നത് പ്രാക്ടിക്കലാകണമെന്നില്ല. പക്ഷേ കാലാനുസൃതമായി ഇത്തരം മേഖലകളിലേക്ക് നമുക്ക് മാറേണ്ടി വരില്ല. ഇപ്പോൾ വളരെ പെട്ടെന്ന് നാളെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ വാഹനങ്ങളെല്ലാം ഡ്രൈവർമാരില്ലാത്ത ഡ്രൈവർലെസ് വാഹനങ്ങളായി മാറും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവിടെയാണല്ലോ ശ്രീ രാകേഷ് സൂചിപ്പിക്കുന്ന പോലെ ഒരു പക്ഷേ നമ്മുടെ ദേശീയപാതകൾ എന്നത് വളരെ നിലവാരം പുലർത്തുന്ന പാതകളാണ്. ഇപ്പോൾ ദേശീയപാതയിലൂടെ എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു പക്ഷേ ആ സമയത്തെങ്കിലും ഡ്രൈവർ ഇല്ലാതെ വാഹനം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ടെക്നോളജി, അത് അവിടെയായിരിക്കാം പ്രയോജനപ്പെടുത്തുക. അത് തുടക്കം മുതൽ, അല്ലെങ്കിൽ വാഹനം വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ മുതൽ നമ്മൾ എവിടേക്കാണോ ലക്ഷ്യം വെക്കുന്നത് അവിടെ എത്തുന്നത് വരെ എന്നൊന്നും നമ്മൾ അനുമാനിക്കേണ്ടതില്ല. അതെ, ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോ പൈലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഫ്ലൈറ്റിൽ. അപ്പം ഈ നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങുന്നത് മുതൽ ലാൻഡ് ചെയ്യുന്നത് വരെ ഫുൾ ടൈമും പൈലറ്റ് തന്നെയല്ല അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുറച്ച് നേരം അവർ ഓട്ടോ പൈലറ്റിൽ ഇടാറുണ്ട്. അപ്പോൾ സെയിം രീതിയിൽ ഡെഫിനറ്റ്ലി സെൽഫ് ഡ്രൈവിംഗ് നമുക്ക് അങ്ങനെ ഒരു, ഇപ്പോൾ ഒരു നാഷണൽ ഹൈവേ ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു 6 ലൈനർ ഒരു നല്ല റോഡുള്ള സ്ഥലത്ത് അത് പ്രാക്ടിക്കലാണ്. പക്ഷെ നമ്മുടെ ചെറിയ വഴികളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും അത് പ്രാക്ടിക്കൽ ആവണം എന്നില്ല. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് ആദ്യം കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ തൊഴിൽ പോകും എന്ന് പറഞ്ഞ ഒരു സിമിലർ രീതിയാണിതും. ഇൻ എ ലോങ് ടേം ഡെഫിനറ്റ്ലി അടുത്ത ഒരു 25-30 വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി ഡ്രൈവർമാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ചിലപ്പോൾ മാറിയേക്കാം. അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ നമ്മുടെ റോഡ്സും ആൾക്കാരും സൊസൈറ്റിയും അതിന് പ്രിപ്പയർഡ് അല്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇന്ത്യയെക്കാട്ടി ബെറ്റർ കൺട്രീസ് ടെസ്ല പോലെ ഒരു കമ്പനി എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഏരിയ നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോയതിന് ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. അത്രയും വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. അവിടെയൊക്കെ ഇതിൻ്റെ ടെസ്റ്റിങ്ങിന് വളരെ നല്ല ലൊക്കേഷൻസ് ആണ്. പക്ഷേ ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഓർ എനിവെയർ ഇൻ ഇന്ത്യ നമുക്ക് ഒരുപാട് കിലോമീറ്റർ റോഡിലൂടെ പോയിട്ട് ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല എന്നൊരു സാഹചര്യം കുറവാണ്. കാരണം ഇന്ത്യ അത്ര പോപ്പുലേറ്റഡ് ആണ്, അത്രയും ജനസംഖ്യയുള്ള രാജ്യമാണ്.
അതെ. അപ്പം അതിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഐ തിങ്ക് ഇന്ത്യ ഒരു നല്ല രാജ്യമാവാൻ വഴിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അടുത്ത ഇപ്പം ടെക്നോളജി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ChatGPT, OpenAI ഒക്കെ വന്നിട്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ കഴിഞ്ഞ 20 വർഷത്തിനെക്കാട്ടി കൂടുതൽ പ്രോഗ്രസ് 2-3 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിമിലർ വേ ടെക്നോളജി എന്തായാലും പ്രോഗ്രസ് ചെയ്യും കുറച്ച് കാലം കഴിയും തോറും. ഇപ്പം ഡ്രൈവർ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ മാറിയിട്ട് എല്ലാ കാർസും ചിലപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് ആയേക്കാം. പക്ഷെ നമ്മൾ എത്രത്തോളം അതിന് അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സെൽഫ് ഡ്രൈവിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇപ്പം എത്രത്തോളം എഫോർഡബിൾ ആണെന്നുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ജീവിക്കുന്ന ട്രിവാൻഡ്രത്താണ്. ഒരു 10 വർഷം മുന്നേ നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയധികം പ്രീമിയം കാർസ് കാണുന്നുണ്ടാവില്ല. ഇപ്പം നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനിടെ ഒരു 10 കാറെങ്കിലും പ്രീമിയം കാർസ് നമ്മൾ റോഡിൽ കൂടെ പോകുന്ന കാണും. അതിൻ്റെ അർത്ഥം നമ്മളൊരു ലക്ഷറി സിറ്റിയിലല്ല ജീവിക്കുന്നത്. പക്ഷേ ഈവൻ ദെൻ പീപ്പിൾ ആർ ഏബിൾ ടു എഫോർഡ് ഇറ്റ്. ഇപ്പോൾ ലോൺസ് EMIs ഒക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്കാരത് മേടിക്കുന്നുണ്ട്. ആൻഡ് ഒരു സിമിലർ പ്രൈസ് ലൈനിൽ വരുന്നത് ഐ തിങ്ക് അത്ര ഭയങ്കര റിച്ച് ആൾക്കാരൊന്നും അല്ല പ്രീമിയം കാർസ് ഓൺ ചെയ്യുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അഡ്വാൻസ് ടെക്നോളജി ട്രൈ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, അതാണ് താങ്കളുടെ നിരീക്ഷണം. ശ്രീ അനിൽ, ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ അതായത് എപ്പോഴും നമുക്ക് ടെക്നോളജിയെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. അതിൽ രാഷ്ട്രീയമൊക്കെ നമുക്ക് പറയാൻ സാധിക്കും, രാഷ്ട്രീയം പറയേണ്ടതുമുണ്ട്. അപ്പോഴും ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ വിപണി നോക്കൂ, കാർ വിപണി നോക്കൂ, അല്ലെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു പശ്ചാത്തലം പരിശോധിച്ചാൽ 2 വീലറുകളുടെയും 4 വീലറുകളുടെയും ഒക്കെ ഉപയോഗം ആ നിലയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചാൽ അതിൽ പലതും നിർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ ബ്രാൻഡുകളൊക്കെ വിദേശ ബ്രാൻഡുകളാണ് ഇപ്പോൾ തന്നെ ഇന്ത്യൻ വിപണിയിൽ ഉള്ളത്. അത് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ചില ടൈഅപ്പുകൾ ഉണ്ടാകാം, ഇന്ത്യയിലെ മറ്റ് കമ്പനികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ പ്രയോജനപ്പെടുത്തുന്നതാകാം. അപ്പോൾ അത്തരം സാധ്യതകളും നമുക്ക് ടെസ്ലയുടെ കാര്യത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. ആദ്യമായി പറയട്ടെ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ ഈ ടെക്നോളജിക്കെതിരെ, സാങ്കേതിക വിദ്യക്കെതിരോ ഇല്ലെങ്കിൽ ഈ പറയുന്ന സോക്കോൾഡ് റിവേഴ്സ് ഗിയറിൽ യാത്ര ചെയ്യുന്ന ആണെന്നൊരു ധാരണ ചർച്ച കണ്ടക്ട് ചെയ്യുന്നവർക്കും അഭിപ്രായം പറഞ്ഞവർക്ക് ഉള്ളതായിട്ട് തോന്നുന്നു. ഒരിക്കലുമല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതായത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നമ്മുടെ ടെക്നോളജി മാത്രമേ പ്രയോജനപ്പെടുത്താവൂ എന്നതിലേക്ക് ആണ് ഞാൻ താങ്കളെ സൂചിപ്പിച്ചത്. അതായത് ടെക്നോളജി എവിടെയാണോ മുന്നിൽ നിൽക്കുന്നത് അത് കടം കൊള്ളേണ്ടി വരും. അത് ലോകത്തിന്റെ രീതിയാണല്ലോ. ഐ എഗ്രി. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച നോക്കൂ. അപ്പൊ ഇവിടെ ഡ്രൈവർമാരില്ലാത്ത കാറുകൾ, ഇതിപ്പോ എന്നേക്കാൾ അറിയാവുന്ന കാറുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അറിയാം. ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഓടുന്ന റോഡിന്റെ പ്രത്യേകതകൾ, അത് ഓടുന്ന എങ്ങനെയാണ്? സാറ്റലൈറ്റ് കണക്ഷനുമായി ബന്ധപ്പെട്ട് ആ റോഡുകളിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സാറ്റലൈറ്റ് സിഗ്നലുകളാണ്. അത് ഇത്ര മീറ്ററിൽ ഒരു വാഹനങ്ങൾ തമ്മിലുള്ള ദൂരം ഇത്ര ആയിരിക്കണം. ഇങ്ങനെ എങ്ങനെയാണോ ഒരു ഡ്രൈവർലെസ് മെട്രോ, നമ്മുടെ നാട്ടിൽ മെട്രോ പോലും ഡ്രൈവർലെസ് അല്ലാതെ ഓടുന്ന അറിയാമല്ലോ, ഡ്രൈവർമാർക്ക് ഇതാണ് മെട്രോ ഓടിക്കുന്നത്. അങ്ങനെ 100-ൽ 100 സാങ്കേതിക വിദ്യയുടെ തികവുള്ള ഒരു ട്രാക്കിലൂടെ ഓടുന്ന ഡ്രൈവർലെസ് കാറിനെ പറ്റിയാണ് ഇവിടെ. എന്തിനാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല. അവിടെ നിൽക്കട്ടെ, വിഷയം അതല്ല. നോക്കൂ, രാജ്യത്ത് പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ വരണം. അത് ഈ രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. ഈ രാജ്യത്തിന്റെ ഒരു അവസ്ഥ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഈ പറയുന്ന ഇലക്ട്രോണിക് വാഹനങ്ങളും ഇത്തരം സംവിധാനങ്ങളും ഒക്കെ മറ്റു രാജ്യങ്ങളിൽ കണ്ടുപിടിക്കുന്നു, അവർ മാർക്കറ്റ് ചെയ്യുന്നു, അവർ മാർക്കറ്റ് പിടിക്കുന്നു. എന്താണ് കാര്യം? സോ നമ്മുടെ രാജ്യത്തിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, നമ്മുടെ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നിങ്ങൾ GDP-യുടെ എത്ര ശതമാനമാണ് ചെലവാക്കുന്നതെന്ന് ഈ ചർച്ച പങ്കെടുത്ത സാങ്കേതിക വിദ്യയോട് വലിയ ഇഷ്ടമുള്ളവരെന്ന് പറയാമോ? ഞാൻ പറയാം, 0.68%. എത്ര ശതമാനമാണ് ഇസ്രായേൽ മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? 6%. അമേരിക്ക മാറ്റിവെക്കുന്നത് 2%. ചൈന മാറ്റിവെക്കുന്നത് 4%. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേക്ക് ഇൻ ഇന്ത്യ. ഏതെങ്കിലും രാജ്യത്തെ ആളുകളോട് നിങ്ങൾ ഇവിടെ വന്ന് വ്യവസായം തുടങ്ങിക്കോളൂ, നിങ്ങൾ ഇഷ്ടത്തിന്, ഞങ്ങൾ കുറെ ആനുകൂല്യങ്ങൾ തരാം എന്ന് പറയുന്നതിന് പകരം നോക്കൂ, ഇവിടെ ടെസ്ല വരുന്നു, ഇത്ര ആളുകൾക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കും. അവർ പറഞ്ഞെന്താ കരാർ എന്താണ്? 40,000 വാഹനങ്ങൾക്ക് 5 വർഷം കൊണ്ട് 10% നികുതി മാത്രം കൊടുത്ത് ഇറക്കുമതി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അടുത്ത 5 വർഷത്തേക്ക് 40,000 വാഹനങ്ങൾ ഇന്ത്യയിൽ വിൽക്കും. 141 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു വർഷം 40 ലക്ഷത്തോളം വാഹനങ്ങൾ, കാറുകൾ കച്ചവടം ചെയ്യുന്ന, മിനി 4 വീൽസ് കച്ചവടം ചെയ്ത ഒരു നാട്ടിൽ 5 വർഷത്തേക്ക് ഒരു സ്ഥാപനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് 10% നികുതി മാത്രം നികുതി കൊടുത്താൽ മതി, നിങ്ങളുടെ വാഹനങ്ങൾ വാങ്ങാം.
ഇമ്പോർട്ട് ടാക്സ് കൊടുത്താൽ മതി വാങ്ങാം, ഒരു വർഷം ഇത്ര വെച്ച്. നമ്മൾ പറയുന്നത് ഇവിടെ സാങ്കേതികവിദ്യ വേണം. ഈ സാങ്കേതികവിദ്യ ആദ്യം വരേണ്ട ഏത് മേഖലയിലാണ്? നോക്കൂ, ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യക്കാരായ മനുഷ്യർ തീവണ്ടി കയറാൻ തമ്മിൽ കൂട്ടിയിടിച്ച് കൂട്ടമായി മരിച്ചു വീഴുന്നു. ആ രാജ്യത്താണ് നിങ്ങൾ പറയുന്നത് ടെസ്ല ഇവിടെ വന്നാൽ തിരുവനന്തപുരം നഗരത്തിൽ കൂടെ നടന്നാൽ നമുക്ക് വലിയ എന്തൊക്കെയോ വാഹനങ്ങൾ, ഇത് വേണ്ടെന്നാലാണ് പറഞ്ഞത്. നോക്കൂ, ജപ്പാൻ, ഒരാൾ പറഞ്ഞല്ലോ ഇവിടെ ജനസംഖ്യ കൂടുതലാണെന്ന്. സുഹൃത്തെ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ജപ്പാനിൽ എത്രയാണെന്ന് അറിയാമോ? കേരളത്തെക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ് അവർ കഴിയുന്നത്? അതുകൊണ്ട് ഈ വാചക കസരത്തുകൾ നടത്തുക എന്ന് മാത്രമല്ല, ഇനി ആരാണ് എലോൺ മസ്ക്? ഈ എലോൺ മസ്ക് എന്ന് പറയുന്ന മനുഷ്യൻ, ഇത്തരം ഒരു ആളിന്റെ രാഷ്ട്രീയ നിലപാട് എന്താണ്? അയാൾ തൊഴിലാളികളോടെടുത്ത നിലപാട് നിങ്ങൾക്കറിയാമോ? അയാൾ എന്താ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അയാൾ അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ലോകം കണ്ട ഏറ്റവും അപകടകാരിയായ, ലോകം കണ്ട ഏറ്റവും എന്താണ് പറയുന്നത്, മനുഷ്യത്വരഹിതമായി തൊഴിലാളികളോട് ഇടപെടുന്ന, തൊഴിലാളികൾ ദുരന്തമാണ് എന്ന് പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന ഒരു മുതലാളിത്ത രാജ്യത്ത് അവിടുത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയിരുന്ന ഒരു നിയമത്തെ ഡൊണാൾഡ് ട്രംപിന്റെ താല്പര്യപ്രകാരവും ഇയാളുടെ താല്പര്യപ്രകാരവും അതിൽ നിഷേധിച്ച ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധൻ. തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ തൊഴിലാളിയാണ്, പണിയെടുക്കുന്നവരെല്ലാം തൊഴിലാളിയാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തൊഴിലാളികളാണ്. അവരെല്ലാം ഈ ലോകത്തിന് ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരാൾ, അയാൾ ഇന്ത്യയിൽ ഇവിടെ വന്ന് അയാൾ അടുത്ത 5 വർഷം 40,000 കാറുകൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്താൽ ഇന്ത്യ രക്ഷപ്പെടും, തൊഴിലവസരങ്ങൾ കിട്ടും. അയാൾ പറയട്ടെ, ഇത്ര തൊഴിലവസരങ്ങൾ ഞങ്ങൾ ഇന്ത്യക്ക് തരും, ഞാൻ ഇവിടെ കാർ കമ്പനി തുടങ്ങിയതിലൂടെ ഇന്ത്യക്ക് ഇത്രയധികം കാറുകളുടെ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ വ്യാപാരം മെച്ചപ്പെടും. ഇങ്ങനെയൊന്നും പറയാതെ ഇവിടെ എല്ലാം നോക്കൂ, ഇന്ത്യൻ കാർ കമ്പനികൾ ടാറ്റ മോശമാണോ? ഇന്ത്യയിലെ ഈ വെഹിക്കിൾ മേഖലയിൽ 38% ടാറ്റയുടെ പങ്ക്, MG 29%, എമ്മാന്റെ 19%, മഹേന്ദ്ര. അപ്പൊ ഇന്ത്യൻ കാർ ഇനി ഇവരെല്ലാം കൂടെ വന്നാൽ വില കുറയും. ഏതൊക്കെ സാധനത്തിനാണ് സുഹൃത്തെ വില കുറഞ്ഞിട്ടുള്ളത്? വില കുറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾ ടെലിഫോണുമായി ബന്ധപ്പെട്ടെടുത്താൽ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അരിയുടെയും ഉപ്പിന്റെയും പെട്രോളിന്റെയും വില നമുക്ക് കുറച്ചുകൂടെ കമ്പനികളുടെ എണ്ണം കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പൊട്ട് ന്യായങ്ങൾ പറയുക. ഒരു രാജ്യം ഒരു വശത്ത് വലിയ തരത്തിലുള്ള തൊഴിലില്ലായ്മയിലേക്ക് പോവുക, വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുക, പുതിയ തൊഴിലവസരങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുക. ഇവിടെയാണ് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്യാവശ്യമാണ്. ഏതൊരു പുതിയ സാങ്കേതിക വിദ്യയും നമ്മുടെ നാട്ടിൽ എത്തിയാൽ അതിന്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഇവിടെ തീവണ്ടികളുടെ വേഗം കൂടിയാൽ അത് ആർക്കായിരിക്കണം ഗുണം ലഭിക്കേണ്ടത്? അതിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്ക്. ഇവിടെ നെൽപ്പാടത്ത് കാളയ്ക്ക് പകരം ട്രാക്ടർ വന്നു, അതിന് ഗുണഭോക്താക്കൾ ആരായിരിക്കണം? പണിയെടുക്കുന്നവരുടെ സ്ട്രെയിൻ, അവരുടെ എന്താണ് പറയുന്നത്, അവരുടെ ഊർജം കുറച്ചുപയോഗിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ എല്ലാം കണ്ടെത്തുന്നത് ഏറ്റവും കുറച്ച് സമയം തൊഴിലാളികൾ എന്ന് വെച്ചാൽ നമ്മൾ പണിയെടുത്ത് കൂടുതൽ ഉൽപാദനം നടത്തി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായി മാറി കൂടുതൽ മിച്ചം കണ്ടെത്തി കൂടുതൽ ജീവിതം ആഘോഷമാക്കാനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെ വരണം. ഞാൻ CPM കാരനല്ല, CPM കാരനെ വിമർശിക്കുന്ന ഒരാളാണ്. CPM ഇങ്ങനെ പല കാര്യങ്ങളിലും ഇരുട്ടത്താപ്പോ ഇല്ലെങ്കിൽ അതിനപ്പുറത്തെ താപ്പുകൾ ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഈ ലോകത്തിന് ആവശ്യമാണ്. പക്ഷേ അതിന്റെ ഉടമ ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. അവിടെയും എലോൺ മസ്ക് എടുത്തൊരു നിലപാട് നിങ്ങൾക്ക് അറിയാമോ? ഓപ്പൺ AI അട്ടിമറിക്കാൻ എലോൺ മസ്ക് എടുത്ത നിലപാട് അറിയാമല്ലോ. അതുകൊണ്ട് സാങ്കേതിക വിദ്യ ഈ ലോകത്ത് വളരണം. ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം റബ്ബർ ഒഴിച്ച് ലോക നിലവാരത്തിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടോ? ആ സാങ്കേതിക വിദ്യയെ പറ്റി നിങ്ങൾ സംസാരിക്കുമോ? ഇല്ല. അപ്പോ ഇത് കേവലം ഒരു കച്ചവടം. എലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ആള്, ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോകുന്നു, ചർച്ചകൾ നടത്തുന്നു, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു, ഇവിടെ വലിയ കാറുകൾ വരുന്നു, അതോടെ ഇന്ത്യയുടെ മുഖച്ഛായ മാറുന്നു. ഇതൊക്കെ നമുക്ക് ചർച്ചകൾക്ക് വേണ്ടി ചർച്ച നടത്താമെന്നല്ലാതെ നമ്മുടെ രാജ്യത്ത് കൊടുക്കേണ്ട മുൻഗണനാക്രമങ്ങളിൽ എത്രാമത്തെ മുൻഗണനാക്രമമായിരിക്കണം ഈ വിഷയം എന്നതാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. തീർച്ചയായും അത്തരം വിഷയങ്ങളും ഞങ്ങൾ വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യാറുണ്ട് എന്നും താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോൾ ഡോക്ടർ ഷൈജുമോൻ കൂടി ചേരുന്നുണ്ട്, സാമ്പത്തിക വിദഗ്ധൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷൈജുമോൻ, ഇവിടെ 2 നിരീക്ഷണങ്ങളുണ്ട്. അതിലൊന്ന് സാമ്പത്തിക വശം പരിശോധിക്കുമ്പോൾ താങ്കൾ സാമ്പത്തിക വിദഗ്ധനായതുകൊണ്ട് ഞാൻ ആ വശത്തെക്കുറിച്ച് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരു ഭാഗത്ത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ അവരുടെ ക്ഷേമത്തിനുതകുന്ന പദ്ധതികൾക്ക് കാര്യമായ പരിഗണന നൽകാതിരിക്കുമ്പോഴാണ് ഇലോൺ മസ്കിനെ പോലെയുള്ളവർക്ക് ഇന്ത്യൻ വിപണി കൂടുതൽ തുറന്നു നൽകുന്നത്. അത് കാര്യമായ മാറ്റങ്ങളോ
ഒരു ഉത്തേജനമോ ഒന്നും ഇന്ത്യൻ വിപണിയെ സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന ഒരു നിരീക്ഷണമുണ്ട്. അതേസമയം ഇത്തരം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഭരണകൂടങ്ങൾക്കും ഒരു സാമ്പത്തിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന സംവിധാനങ്ങൾക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന നിരീക്ഷണവുമുണ്ട്. താങ്കൾ ഇതിൽ ഏത് പക്ഷത്തോടൊപ്പമാണ് നിൽക്കുന്നത്? അഭിലാഷ്, എനിക്ക് ആദ്യമായി പറയാനുള്ളത്, നമ്മൾ ടെസ്ല പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ വരുന്നതിനെ പറ്റി നമുക്ക് നേരത്തെ തന്നെ അത് തീരുമാനിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ടെസ്ല പോലുള്ള കമ്പനികൾ വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് വരേണ്ടത്? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്തിലെ ജനസംഖ്യയുടെ 65% 35 വയസ്സിൽ താഴെയുള്ളവർ. യങ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ ഏറ്റവും നല്ല എംപ്ലോയബിൾ സ്കില്ലുള്ള ആൾക്കാരെല്ലാം നമ്മുടെ രാജ്യത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഫ്രം നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ തൊട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ഇക്കോസിസ്റ്റം ഗ്ലോബൽ ഡെവലപ്മെന്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഈ 4ാം തലമുറ വ്യാവസായിക വിപ്ലവം എന്നറിയപ്പെടുന്ന, ഇപ്പം AI അല്ലെങ്കിൽ ML അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ്, ഇന്റലിജന്റ് മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല തൊഴിലാളികൾ മറ്റു രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നല്ല യങ്സ്റ്റേഴ്സ് മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ പറ്റിയാണ്. നമ്മൾ എപ്പോഴും ഗ്രോത്ത് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രിയുടെ ഗ്രോത്ത് പറയുമ്പം 1-2 സെക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, മറ്റൊരു ടൂറിസമാണ്, കൺസ്ട്രക്ഷൻ സെക്ടറാണ്. ഇതിലൊക്കെ ഗ്രോത്ത് ഉണ്ടായാൽ തീർച്ചയായിട്ടും മുഴുവനുള്ള GDP-യിലും വളരെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാകുന്ന സെക്ടേഴ്സ് ആണ് ഈ 3 സെക്ടേഴ്സ്. ഈ സെക്ടറിൽ ഇതുപോലുള്ള ഒരു ലോകോത്തര കമ്പനി വരികയാണെങ്കിൽ, അവർ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും 2-3 ഡയമെൻഷൻസ്. ഒന്ന്, അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും സപ്പോർട്ടിംഗ് സിസ്റ്റവും ഡെവലപ്പ് ചെയ്യും. 2 പറയുന്നത് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാവും. ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് മാത്രമല്ല, ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് കൂടുതലുണ്ടാവും. 3 പറയുന്നത്, നമ്മുടെ അർബൻ പോപ്പുലേഷൻ നമ്മൾ നോക്കിയാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതായത് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 30% അർബൻ പോപ്പുലേഷൻ ആണ്. അത് ഏകദേശം തന്നെ 50 കോടിയിൽ പുറത്ത് ആൾക്കാർ വരും. 50-60 കോടിയോളം ആൾക്കാർ തന്നെയുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ ഉള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ള ഡിമാൻഡിങ് കെറ്റർ ചെയ്യണം. നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് പുറത്തോട്ട് പോകാൻ. അപ്പൊ ഇത്തരമുള്ള കമ്പനികൾ അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ തൊഴിൽ രീതി അല്ലെങ്കിൽ തൊഴിൽ സ്ട്രക്ചർ മാറണം. അല്ലെങ്കിൽ പഴയ തരം തൊഴിൽ വെച്ചുകൊണ്ട് പുതിയ ഇക്കോണമിയെ സൃഷ്ടിച്ചെടുക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ തൊഴിൽ സ്ട്രക്ചർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്പേസ് ഇൻഡസ്ട്രീസ് വളരെയേറെ കൂടുതൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. കൂടുതൽ ഫോറിൻ കമ്പനീസ് വരികയാണ്, കാരണം സ്പേസ് ഓപ്പൺ അപ്പ് ചെയ്തു. ഈ ഓപ്പൺ അപ്പ് ചെയ്തതുകൊണ്ട് മാത്രം ഇത് മുതലാളിത്വം അല്ലെങ്കിൽ തൊഴിലാളി എന്നുള്ള രീതിയിലേക്ക് മാറി. നമ്മളിപ്പോൾ ഒരിക്കലും എന്റെ ഒപ്പീനിയനിലാണെങ്കിൽ മുതലാളിത്ത രാജ്യം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺട്രി എന്നുള്ള കോൺസെപ്റ്റ് നെവർ എവർ എക്സിസ്റ്റഡ്. ഇതൊരു റിലേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഇപ്പം US തന്നെ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ വെൽഫെയർ ഉള്ള രാജ്യമാണ് US. അപ്പൊ നമ്മൾ അവിടുത്തെ ബെനിഫിറ്റ് കൊണ്ടുവരിക. പിന്നെ കൂടാതെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള കമ്പനികൾ വരുമ്പോൾ നമ്മുടെ നിയമപ്രകാരം, നമ്മുടെ നിയമത്തിനനുസരിച്ച്, നമ്മുടെ രാജ്യത്തിന് വിധേയമായിട്ട് രാജ്യത്തിന്റെ സോവറിനിറ്റിയെ തകർക്കാത്ത രീതിയിൽ നമ്മൾ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രൊഡക്ഷൻ നടത്താൻ പറ്റണം, എംപ്ലോയ്മെന്റ് ജനറേഷൻ നടത്താൻ പറ്റണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് മാറി നിന്നാൽ ഏറ്റവും വലിയ പോപ്പുലസ് രാജ്യമായ ഇന്ത്യക്ക് ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അത്യാവശ്യമാണ്. ഇനിയിപ്പം തന്നെ നമ്മൾ മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ ബിസിനസിന്റെ FDI, കംപ്ലീറ്റ് FDI അനുവദിക്കാൻ പോവാണ് 100%. നമ്മൾ ഇതുവരെ മൾട്ടി ബ്രാൻഡ് റീറ്റെയിലിൽ നമ്മൾ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് വാൾമാർട്ട് പോലുള്ള കമ്പനികൾ വരാൻ പോവാണ്. ഇതൊക്കെ രാജ്യത്തിന് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് രാജ്യത്തെ ചെറുപ്പക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക്? അവിടെ താങ്കൾ ഈ ചെറുപ്പക്കാരെ കുറിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ശ്രീ അനിൽ പറഞ്ഞൊരു കാര്യം, അതിനെ നമുക്ക് തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. കാരണം മറ്റു പല രാജ്യങ്ങളിലും അടക്കം ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്കാരം അറിയാമല്ലോ, തൊഴിൽ സംസ്കാരം. അതിലും ഇപ്പോൾ വലിയ പ്രഷർ തൊഴിലാളികൾ നേരിടുന്ന, കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്ന ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം കമ്പനികളും തൊഴിൽ ചൂഷണത്തിന് കൂടി വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് മാറ്റി നിർത്താനാവില്ലല്ലോ. അല്ല, ഒരിക്കലും അതല്ല. നമ്മൾ ആ രീതിയിലല്ല കാണേണ്ടത്. അത്തരത്തിൽ ചില ഇപ്പൊ ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെയും ചില മെക്കൻസിയുടെയും കമ്പനികളുടെ ചില റിപ്പോർട്ടുകൾ നമ്മൾ വന്നിട്ടുണ്ട്. അത് കൂടുതൽ സർവീസ് സെക്ടറിൽ ഓവർ യൂസ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് പറയും. ഞാനൊരു വിദേശ രാജ്യത്ത്, ഈ പറഞ്ഞ US രാജ്യത്തൊക്കെ 3-4 വർഷത്തോളം ജീവിച്ച ആളാണ്. എനിക്കറിയാം, അത് ഇപ്പോഴെങ്കിലും അല്ല, വർഷങ്ങൾക്ക് മുമ്പ്.
അപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്ന തൊഴിൽ സംസ്കാരം എന്താ നന്നായിട്ട് നമ്മൾ ഇതൊന്നും അറിയാതെ പത്രത്തിലും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രം വെച്ച് സംസാരിക്കാതിരിക്കുക. അവിടെയും ഈ എന്താണ് ഒരുപാട് രീതിയിൽ അല്ലെങ്കിൽ ജോബ് പ്രൊട്ടക്ഷനും ലേബർ പ്രൊട്ടക്ഷനും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ അല്ല, ഇവിടെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലേബർ ഗവൺമെന്റ് മോണിറ്ററിംഗ് മെക്കാനിസം സ്ട്രെങ്തൻ ചെയ്ത് അത് ഒരു ബാൻ ചെയ്ത് നിർത്തുകയല്ല ചെയ്യേണ്ട, അവരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിനനുസരിച്ച് പാകപ്പെടുത്തി എടുത്ത് വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ രീതിയിൽ അവർ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ മാർക്കറ്റ്, ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള കൺട്രി ഇന്ത്യയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വിദേശത്ത് ഉത്പാദിപ്പിച്ച് ഇവിടെ സാധനം കൊണ്ട് വരുന്നതിന് പകരം ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പം വേറൊരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്, അത് ടെക്നോളജി ഡിഫ്യൂഷൻ എന്ന് പറയും. അതായത് അവർ കൊണ്ടുവരുന്ന ടെക്നോളജി ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ ഫോർ എക്സാമ്പിൾ നമ്മൾ അറിയാമല്ലോ, മാരുതി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റവല്യൂഷനായി ലോവർ മിഡിൽ ഇൻകം ക്ലാസിന്റെ ബഡ്ജറ്റ് കാറുകൾ ഉത്പാദിപ്പിച്ചുകൊണ്ട്. എങ്ങനെയാണ് അവരായത്? മാരുതി സുസുക്കി എന്നുള്ള കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ലോകത്തിൽ തന്നെ ലോകോത്തര കാറുകൾ നിർമ്മിക്കാൻ അവർ കഴിഞ്ഞത്. ഇതുപോലെ ടെസ്ല ഓട്ടോണമസ് വെഹിക്കിൾസ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വെഹിക്കിൾസ് വരുമ്പോൾ ഇന്ത്യയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്ത്യൻ കമ്പനികൾക്ക് പലരും അങ്ങനെയുള്ള പവറുള്ള കമ്പനീസ് ഉണ്ട് ഇപ്പോൾ. അപ്പൊ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടെക്നോളജി ഡിഫ്യൂഷൻ ഉണ്ടാവുകയും ആ ടെക്നോളജി ഡിഫ്യൂഷനിലൂടെ കൂടുതൽ കോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതും എംപ്ലോയ്മെന്റ് ജനറേഷനും ഇൻകം ജനറേഷനും ഇന്ത്യയുടെ ഗ്രോത്തിലും തീർച്ചയായിട്ടും ഉതകുകയും ചെയ്യും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, വളരെ നന്ദി ശ്രീ ഷൈജു, ഡോക്ടർ ഷൈജുമോൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ മിഥുൻ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത് അനിൽ സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പലർക്കും വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം മകനോ മകളോ ഒക്കെ വിദേശ രാജ്യത്തുണ്ട് എങ്കിൽ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ആ വ്യക്തിയെ നേരിൽ കണ്ടുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാം എന്നൊന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് കാലത്തിൻ്റെ ടെക്നോളജിയുടെ മാറ്റം. അനിൽ സാറിനെ ഓർമ്മിപ്പിക്കട്ടെ, സാറൊരു ടെക്നോളജി വിരുദ്ധൻ എന്ന നിലയിലല്ല ഈ ചർച്ച കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ താങ്കളെ അങ്ങനെയല്ല അവതരിപ്പിക്കുന്നതും. പക്ഷേ ഇത്തരം മാറ്റങ്ങൾ എന്നത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സാമൂഹികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, രാഷ്ട്രീയമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ വിഷയങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഇത്തരം വിഷയം എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചർച്ച ഈ വിഷയത്തിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ അല്പസമയം മുമ്പ് ഡോക്ടർ ഷൈജുമോൻ പറഞ്ഞതുപോലെ സാമ്പത്തിക മേഖലയിലോ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലോ ഒക്കെ വരുന്ന മാറ്റങ്ങളുണ്ട്. അത് ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അവിടെ നമ്മുടേത് മാത്രമായ ഒരു സംസ്കാരത്തിലോ അല്ലെങ്കിൽ രീതിയിലോ ഒക്കെ മുന്നോട്ട് പോവുക എന്നത് സാധ്യമാണോ? അവിടെയാണല്ലോ ഈ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത. നോക്കൂ അഭിലാഷ്, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യം, നമ്മളൊരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ നമ്മളൊരു സെൽഫ് റിലയൻസ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്, ഈ സെൽഫ് റിലയൻസ്, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്തുകൊണ്ടും നമുക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഫിനാൻഷ്യൽ ടെക്നിക്കാലിറ്റീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്കണോമിക് എക്സ്പേർട്സിനെ പോലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏതിനെയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് അവിടെ. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത്, ഇപ്പൊ ടെസ്ലയെ സംബന്ധിച്ച് ഇന്ത്യ ലോകത്തെ തന്നെ ഒരു 3rd ലാർജസ്റ്റ് ഓട്ടോമൊബൈൽ മാർക്കറ്റ് ആണ് EV സെഗ്മെന്റിൽ തന്നെ. അപ്പൊ എന്തുകൊണ്ടും ടെസ്ലയ്ക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് അതിനെ എങ്ങനെ ലെവറേജ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ എന്താ പറയുക നെറ്റ് സീറോ കാർബൺ സ്കോർ എന്നൊരു വലിയ ലക്ഷ്യം, അതിലേക്ക് ഒരു കാറ്റലിസ്റ്റ് ആയി മാത്രമേ ടെസ്ലയെ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിലെ നമ്മുടെ എന്താ പറയുക അഡ്വാൻസ്മെന്റ്സ് വളരെ പിറകിലാണ് എന്നൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ശരിയാണ്. പക്ഷേ അതൊരു കമ്പാരിറ്റീവ് സ്കെയിൽ നോക്കുകയാണെങ്കിൽ, ഞാനൊരു എന്താ പറയാ 2011 മുതൽ 2021 വരെയുള്ള ഒരു സ്കെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 111% നമ്മൾ R&Dയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വർദ്ധിപ്പിച്ചത്. അപ്പം ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ കുതിക്കുന്നുണ്ട്. അപ്പൊ ആ കുതിപ്പിന്റെ ഭാഗമായി വേണം ഇതിനൊക്കെ കാണുക. അല്ലാതെ നമ്മൾ R&Dയിൽ പിറകിലാണ്, അതുകൊണ്ട് ടെസ്ല ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നതിൽ ഒരു യുക്തി ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായും വാഹന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ടെസ്ലയുടെ വരവ് വലിയ ആഘോഷമാണ്. പക്ഷേ അത് ഇന്ത്യയുടെ പാതകളിൽ, ഇന്ത്യയുടെ സമ്പദ് പാതയിലടക്കം ഏത് തരത്തിലാണ് പ്രതിഫലിക്കുക എന്നാണ് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.